ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ തിക്കിലും തിരക്കിലും പെട്ട് 18 പേർ മരിച്ച സംഭവത്തിൽ രണ്ടംഗ ഉന്നതതല സമിതി അന്വേഷണം ആരംഭിച്ചു. അതേസമയം റെയിൽവേ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം പ്രതിപക്ഷം ശക്തമാക്കുകയാണ്. അപകടം മറച്ചുവെക്കാൻ ശ്രമം നടന്നു എന്നും ആരോപിച്ച തൃണമൂൽ കോൺഗ്രസ് നേതാക്കൾ അശ്വിനി വൈഷ്ണവിനെ മന്ത്രിസഭയിൽ നിന്ന് പുറത്താക്കണമെന്നും ആവശ്യപ്പെട്ടു. ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലെ അപകടം അന്വേഷിക്കാൻ രൂപീകരിച്ച രണ്ടംഗ സമിതി CCTV ദൃശ്യങ്ങൾ പരിശോധിക്കാനും തെളിവുകൾ ശേഖരിക്കാനും തുടങ്ങി. ദൃക്സാക്ഷികളുടെ മൊഴി രേഖപ്പെടുത്തും. അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കി വൈകാതെ സമർപ്പിക്കുമെന്ന് നോർത്തേൺ റെയിൽവേ പ്രിൻസിപ്പൽ ചീഫ് കൊമേഴ്ഷ്യൽ മാനേജർ നർസിംഗ് ദിയോ വ്യക്തമാക്കി. തിക്കിലും തിരക്കിലും പെട്ട് മരിച്ച 18 പേരിൽ 5 പേർ ശ്വാസം കിട്ടാതെ തന്നെയാണ് മരിച്ചത് എന്ന് വ്യക്തമായതായി RML ആശുപത്രി അധികൃതർ അറിയിച്ചു. പരിക്കേറ്റതിനെ തുടർന്ന് LJP ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച 15 പേരെ ഡിസ്ചാർജ് ചെയ്തു. സംഭവത്തെക്കുറിച്ചുള്ള പ്രാഥമിക അന്വേഷണ വിവരങ്ങൾ അവലോകനം ചെയ്യുന്നതിനായി ഡൽഹി പോലീസ് ഉദ്യോഗസ്ഥരുടെ ഉന്നതതല യോഗം റെയിൽവേ DCPയുടെ ഓഫീസിൽ ചേർന്നു. അതേസമയം റെയിൽ മന്ത്രി രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ജനക്കൂട്ടത്തെ നിയന്ത്രിക്കുന്നതിനുള്ള ക്രമീകരണങ്ങളോ സ്ഥലത്ത് സുരക്ഷാ സേനയോ ഉണ്ടായിരുന്നില്ല എന്നതാണ് ഇത്തരം ഒരു ദുരന്തത്തിലേക്ക് കാര്യങ്ങൾ നയിച്ചതെന്ന് കോൺഗ്രസ് വക്താവ് സുപ്രിയ ശ്രീനേത് ആരോപിച്ചു. വാക്കുകൾക്കതീതമായ ദുരന്തം എന്ന് സംഭവത്തെ വിശേഷിപ്പിച്ച TMC രാജ്യസഭാ ഉപനേതാവ് സാഗരിക ഘോഷ് സർക്കാർ ഇന്ത്യൻ പൗരന്മാരുടെ ജീവിതം കൊണ്ട് കളിക്കുകയാണെന്ന് കുറ്റപ്പെടുത്തി. ശനിയാഴ്ച രാത്രി ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിലുണ്ടായ തിക്കിലും തിരക്കിലും 5 കുട്ടികൾ ഉൾപ്പെടെ 18 പേരാണ് മരിച്ചത്. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. കുംഭമേളയ്ക്ക് പോകാനെത്തിയവരുടെ അനിയന്ത്രിതമായ തിരക്കാണ് അപകടത്തിന് കാരണം. ട്രെയിൻ പുറപ്പെടുന്നത് മറ്റൊരു പ്ലാറ്റ്ഫോമിൽ നിന്നാണെന്ന അഭ്യൂഹം പ്രചരിച്ചതും ദുരന്തത്തിന്റെ വ്യാപ്തി കൂട്ടി. തുടർന്നാണ് വീഴ്ചകൾ അന്വേഷിക്കാൻ രണ്ടംഗ ഉന്നതതല സമിതിയെ റെയിൽവേ നിയോഗിച്ചത്. ന്യൂസ് ഡെസ്ക്, News 18.